ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. ഞാൻ എല്ലാ തവണ ഇടുന്ന വീഡിയോനേക്കാളും കുറച്ച് ഡിഫറെൻ്റാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇത്തവണ ഒരു വ്ളോഗ് ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ വീഡിയോൻ്റെ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ദുബായിലെ ഏറ്റവും വലിയൊരു ഫിഷ് മാർക്കറ്റാണ്, ഫിഷ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി ക്രാഫ്റ്റ് വീഡിയോസാണ് ഇടാറ്, DIY വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാപ്പ് ബുക്ക് ട്യൂട്ടോറിയൽസ്, ജേർണലിങ്, അതുപോലത്തെ വീഡിയോസാണ് മോസ്റ്റ്ലി ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ചെറിയൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ദേര വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഈദ് ഹോളിഡേയ്സ് വന്ന സമയത്താണ് നമ്മൾ പോയത്. അപ്പം യൂഷ്വലി ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഈ ഈദിൻ്റെ ദിവസം പോയത് കൊണ്ടാവാം തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എത്താറായിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ദുബായ് സിലിക്കൺ ഒയേസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് ദുബായ് ദേരയിലാണ് ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പം അതിൻ്റെ മോളിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഇവിടെ വരുമ്പം ആദ്യം തന്നെ ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആദ്യമേ നമ്മൾ ഫിഷാണ് വാങ്ങി വയ്ക്കുന്നത്, എന്നിട്ട് അത് കട്ടിങ്ങിന് കൊടുത്തിട്ടാണ് യൂഷ്വലി നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇതാണ് ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റാണ് ഇത്. ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റാൾസാണ് ഫിഷ് മാർക്കറ്റ്. അപ്പം എല്ലാ സ്ഥലത്തും പല പല തരത്തിലുള്ള ഫിഷുകളും ഷെൽ ഫിഷും ഞണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളാണുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന ഫിഷും നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമുക്ക് യൂഷ്വലി നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിവിടെ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് തന്നെ വാങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എല്ലാ ഓരോ സ്റ്റോളും ചുറ്റിക്കറങ്ങി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫിഷും കുറച്ച് കക്കയും പിന്നെ കുറച്ച് ചെമ്മീനും അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഫിഷ് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഒരു ഫിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ അവർ കട്ട് ചെയ്ത് തരും. ഈ ചെമ്മീനൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇവർ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവരത് നല്ലപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു പ്രോൺസിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതാണ് ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫിഷ് കൊടുക്കുക, എന്നിട്ട് അതിന് നമ്മൾ ടോക്കൺ നമ്പർ വാങ്ങിക്കണം. അപ്പോൾ അതിനൊരു ചെറിയൊരു ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ളത്. കുറേ ടോയ്സും കുറേ ചെരുപ്പുകളും അങ്ങനെ നമ്മളിപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമാണ്. അപ്പം നമ്മൾ യൂഷ്വലി ഇവിടുന്ന് തന്നെയാണ് വെജിറ്റബിൾസ് വാങ്ങാറ്. ഇവിടെയും ഈ കാണുന്നത് മൊത്തം വേറെ 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 സ്റ്റോളുകളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് നമുക്ക് പച്ചക്കറികൾ വാങ്ങാം.
അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നാടൻ കോഴിമുട്ട വാങ്ങാറുള്ളത്. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ മുട്ടയല്ല, നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫാമിൽ നിന്ന് വരുന്ന നല്ല കോഴിമുട്ടകളാണിത്. അപ്പോൾ ഈ ചേട്ടൻ്റെ സ്റ്റോളിൽ നിന്നാണ് നമ്മളിന്നും മുട്ട വാങ്ങാറുള്ളത്. നമ്മൾ വാങ്ങുമ്പം 1-2 ട്രേ ഫുള്ളായിട്ട് നമ്മൾ വാങ്ങും. ഒരു വീക്കിനുള്ളത് വാങ്ങാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡും മോളും കൂടെ ഫ്രൂട്ട്സ് വാങ്ങുന്നതാണ്. അപ്പോൾ മോളിങ്ങനെ ഓരോ ഫ്രൂട്ട്സ് നോക്കി നിൽക്കുകയാണ് അവിടെ. അങ്ങനെ നമ്മളിപ്പം ഒരാഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ ഫിഷ് മേടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം തിരക്കില്ലാത്ത ഒരു ദിവസം ആയതുകൊണ്ട് നമ്മുടെ ഫിഷ് ഓൾറെഡി അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ ഫിഷൊക്കെ മേടിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു മ്യൂറൽ വർക്ക് ഉണ്ട്, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്.